ഹായ്, ഒരു വമ്പൻ ഫോൺ, അതായത് നമ്മുടെ iPhone 14 Pro Max ഒക്കെ പോലെ അത്രയും വില കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കില്ലേ? അതേപോലത്തെ ഏറെക്കുറെ ഗംഭീര സ്റ്റേബിളായ ഒരു പെർഫോമൻസ്, അത്രയും വലിപ്പം, അതുപോലെ തന്നെയുള്ള ബാറ്ററി ലൈഫ്, അതേപോലെ തന്നെ നല്ല കിഡിലൻ പെർഫോമൻസ് ഉള്ള ക്യാമറ, ഇങ്ങനെ ഓവറോൾ ഒരു 14 Pro Max പോലത്തെ ഒരു ഫീല് വേണം. എന്നാൽ അത്രയും ബഡ്ജറ്റ് ഇല്ല താനും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആപ്പിൾ ഇറക്കിയിരിക്കുന്ന ഒന്നാം തരം ഐറ്റമാണ് iPhone 14 Plus. എന്നാൽ ഈ ഫോണിൽ ഈ പറഞ്ഞ ബിൽഡപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് ചില ഇഷ്ടക്കേടുകളുണ്ട് ചില ആൾക്കാർക്ക്. എന്താണ് ആ ഇഷ്ടക്കേട്, അല്ലെങ്കിൽ എന്താണ് ഈ ഫോണിലെ പോരായ്മകൾ? സോ നല്ല വശവും ഇതിൻ്റെ പോരായ്മകളും രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ iPhone 14 Plusനെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ആദ്യമായിട്ട് ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബോക്സിനകത്ത് ഫോൺ ഇരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കേബിൾ, ഡോക്യുമെന്റേഷൻ, ഇത്രയൊക്കെ തന്നെയുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. സോ അതുകൊണ്ട് അൺബോക്സിങ്ങിന് ഞാൻ ഒരുപാട് സമയമൊന്നും കളയുന്നില്ല, നേരെ ഫോണിലേക്ക് വരാം. ചാർജർ ഇല്ല കേട്ടോ, അത് പ്രത്യേകം എടുത്ത് പറയാണ്. എന്തായാലും ഫോണിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 Plus, അതാണ് ഞാൻ ലാസ്റ്റ് ഉപയോഗിച്ച ഐഫോണിൻ്റെ ഒരു പ്ലസ് മോഡൽ. അതിനുശേഷം ഇപ്പോഴാണ് ഒരു പ്ലസ് മോഡൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. സോ ഒരു നല്ല ഫീൽ ഉണ്ട്. എന്തായാലും ഈ ഫോണിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, നമ്മുടെ 14 Pro Max അല്ലെങ്കിൽ 13 Pro Max പോലെ മാക്സിൻ്റെ അത്രയും വലുപ്പമുള്ളൊരു ഫോണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ സെയിമായ സൈസാണ് ഈ ഫോണിന് വരുന്നത്. ഒരു ഡൗട്ട് ഈ കാര്യത്തിൽ വേണ്ട. നല്ല സെയിമായ ലുക്ക്, ഏറെക്കുറെ സെയിമായ ഒരു ഫീല് കയ്യിൽ പിടിക്കും നമുക്ക് കിട്ടും. പക്ഷെ ആ ഒരു കണ്ണുകൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ട്രിപ്പിൾ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു ഫീല് കിട്ടിയേനെ. അതിവിടെ മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ബേസ് മോഡൽ ആണല്ലോ. പിന്നെ ഇതിലൊരു നല്ല കാര്യമുണ്ട്, വെയിറ്റ് കുറവാണ്. മാക്സിന് നമുക്ക് 240 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് ജസ്റ്റ് 203 ഗ്രാം, ഒരു നോർമൽ ഫോണിൻ്റെ വെയിറ്റേ ഉള്ളൂ. സോ കംഫർട്ടബിളായ രീതിയിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ബഡ്ജറ്റിലും ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല മാക്സ് അല്ലെങ്കിൽ ഒരു പ്ലസ് മോഡലാണ് 14 Plus. സോ ഇതിൻ്റെ ഒരു നല്ല വശം ഇത് തന്നെയാണ്. പ്ലസ് ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. A15 Pro മോഡലിൽ 13 Proയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രൊസസ്സർ, 5 കോർ GPU ഉള്ള പ്രൊസസ്സർ അതാണ്. സോ അത് ഓൾറെഡി നല്ല പെർഫോമൻസ് ആണ്, ഒരു ഡൗട്ടും വേണ്ട. 13 Pro Max ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരനക്കമില്ല. ഏത് ഗെയിം ഇട്ടാലും അടിപൊളി പെർഫോമൻസ്, അത് ഇവിടെയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാത്തത് 14ൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അത് കണ്ടാൽ മതി, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതിൽ നിന്നും കുറച്ച് വലിപ്പവും ബാറ്ററി ലൈഫും കൂടുതലുണ്ടെന്ന് മാത്രമേ 14 Plusലേക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇനി ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ക്യാമറ. അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ 14 Plusൽ എടുത്ത ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഇമേജുകൾ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല. വീഡിയോയിലേക്ക് വന്നാലും ഡേ ലൈറ്റിലും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നമുക്ക് മികച്ച വീഡിയോ ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ ക്യാമറ തരുന്നുണ്ട്. സെൽഫി ക്യാമറയും അതേപോലെ തന്നെ മികച്ച ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതേപോലെ തന്നെ നല്ല മികച്ച ക്വാളിറ്റിയുള്ള വീഡിയോസും നമുക്ക് സെൽഫി ക്യാമറയിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊക്കെ അതിൻ്റെ സാമ്പിളുകളാണ്. ടോട്ടലി ഇതിൻ്റെ ക്യാമറ ടോപ്പ് ലെവൽ ക്യാമറയാണ്. ആക്ഷൻ മോഡ് പോലുള്ള 14 സീരീസിൻ്റെ ആ സ്പെഷ്യൽ ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനൊരു ആക്ഷൻ മോഡ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഞാൻ സിമ്പിളായിട്ട് ഓടി നടന്ന വീഡിയോ എടുക്കുമ്പോഴും ആ സ്റ്റേബിളായ സംഗതി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അടിപൊളി സ്റ്റെബിലൈസ്ഡ് ആയ വീഡിയോ ആണ്. സിനിമാറ്റിക് മോഡും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ക്യാമറ ലെവലിൽ എല്ലാവിധ സംഭവങ്ങളും ഈ ഫോണിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റികൾ നിങ്ങളിപ്പോൾ കണ്ടു. ബാറ്ററി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 Proയിൽ 23 അവറിൻ്റെ ബാറ്ററി ലൈഫാണ്. 14 Proയിൽ അതിനേക്കാൾ കൂടുതൽ 26 അവറിൻ്റെ ബാറ്ററി ലൈഫ് ഉണ്ട് 14 Plusൽ. 14 Pro Maxൽ നമുക്ക് ആക്ച്വലി 29 അവറിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ബട്ട് ഇതിൽ 26 ഉള്ളൂ. എങ്കിൽ പോലും 14 Proയേക്കാൾ കൂടിയ ബാറ്ററി ലൈഫുള്ള ഫോണാണ് 14 Plus. പിന്നെ ക്രാഷ് ഡിറ്റക്ഷൻ പോലുള്ള സംഭവങ്ങൾ, സാറ്റലൈറ്റ് കോളിംഗ് അതിവിടെ ഇല്ല. എങ്കിൽ പോലും അങ്ങനെയുള്ള ഫീച്ചറുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ടോട്ടലി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടോപ്പ് ലെവലിൽ ഇത് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഫോൺ മികച്ച ഒരു സെറ്റപ്പാണ്. എന്നാലും ഈ ഫോൺ അത്ര കണ്ടൊരു ഇംപ്രസ് ചെയ്യുന്നില്ല പല ആൾക്കാരെയും. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഈ ഫോണിൻ്റെ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ പോരായ്മ ആൾക്കാർക്ക് ഏറ്റവും ആദ്യം തോന്നാൻ പോകുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ. നമ്മൾ ഈ പറഞ്ഞ ജാതി നല്ല ഡിസ്പ്ലേ ആണ്, വലിയ ഡിസ്പ്ലേ ആണ്, OLED ഡിസ്പ്ലേ ആണ്, നല്ല ബ്രൈറ്റ് ആണ്, ബെറ്റർ ആണ്, ഗുഡ് ആണ്. പക്ഷേ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ബാക്കിയുള്ള ബ്രാൻഡുകൾ 15,000 രൂപയ്ക്ക് വരെ ഈ 120 ഹെർട്സ് ഒക്കെ കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ 90,000 കൊടുത്താലും നിങ്ങൾക്ക് 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയെ കിട്ടുകയുള്ളൂ എന്നുള്ളത്, ഇതാണ് ഞാനിതിൽ കണ്ട ഏക പോരായ്മ. ഇനി ഇത് കൂടാതെ മറ്റുള്ളവർക്ക് ചില ഇഷ്ടക്കേടുകൾ ഈ ഫോണിനോട് തോന്നുന്നതിൻ്റെ കാരണങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, 13 എന്ന ഫോണിൽ നിന്നും iPhone 13 എന്ന മോഡൽ, പഴയ മോഡൽ, ആ മോഡലിൽ നിന്നും ഇതിലേക്ക് നോക്കുമ്പോൾ വലിയ കാര്യമായ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. അവിടെയും A15 ആണ്, ഇവിടെയും A15 ആണ്. ഒരു GPU കുറവ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ
ആ iPhone 13 കയ്യിലുള്ളവരാണെങ്കിൽ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ വലിയ കാര്യമായ ഒരു സംഭവങ്ങൾ കിട്ടാനില്ല പെർഫോമൻസിൽ. ബട്ട് ചേഞ്ചസ് ഉണ്ട്. ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ബിഗർ ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ ബെറ്റർ ബാറ്ററി ലൈഫ്. 26 അവറിന്റെ ബാറ്ററി ലൈഫ് ഉണ്ട്. 19 അവറിന്റെ ബാറ്ററി ലൈഫ് iPhone 13 ഉള്ളൂ. ഫോട്ടോണിക് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ എഞ്ചിൻ കൂടി ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സെൻസറും കാര്യങ്ങളും പുതിയതാണ്. സെൽഫിയിൽ ഓട്ടോ ഫോക്കസ് പോലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതെല്ലാം ക്യാമറയുടെ ഭാഗത്തുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. സോ നിങ്ങൾക്ക് പ്ലസിലേക്ക് 13 14 ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പറയില്ല. അതിൻ്റെ വലിയ ആവശ്യമില്ല. ബട്ട് പ്ലസിലേക്കാണ് നിങ്ങൾ മാറുന്നെങ്കിൽ വറത്തായിരിക്കും. അത്ര മോശമായിരിക്കില്ല അവസ്ഥ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഇനി 13 വിട്, നമ്മൾ 14 എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ 14 എടുക്കണോ 14 പ്ലസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ. വലിയ ഡിസ്പ്ലേയും കുറച്ച് കൂടുതൽ ബാറ്ററി ലൈഫും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അതായത് നിങ്ങൾ കൂടുതൽ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ പ്ലസ് എടുക്കാം. വലിയ ഡിസ്പ്ലേയും ബാറ്ററി ലൈഫും കൂടുതൽ കിട്ടുന്നതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. കൂടുതൽ നേരം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും മറ്റുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മീഡിയ കൺസംഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ കൂടുതൽ ബാറ്ററി ലൈഫ് ആവശ്യം വരും. അങ്ങനെയുള്ളവരും 14 എടുക്കുന്നതിനേക്കാൾ നല്ലത് 14 പ്ലസ് എടുക്കുന്നതാണ്. സോ 14 വേണോ 14 പ്ലസ് വേണോ, ഈ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനിക്കുക. ഇനി അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നത് 13 പ്രോ വേണോ ഇത് വേണോ 14 പ്ലസ് വേണോ. 13 പ്രോ മോഡലാണ് ഓഫറിൽ 90,000 രൂപയ്ക്ക് വരെ വന്നിരുന്നു. ഇതിന്റെ വിലയ്ക്ക് 13 പ്രോ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വലിപ്പവും ബാറ്ററി ലൈഫും നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ 13 പ്രോ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട കാര്യമാണ്. സോ ഫൈനലി ഈ ഫോൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ടോപ്പ് ക്വാളിറ്റി സംഭവമാണ്. ഒരു വിഷയമില്ല. സോ നന്നായിട്ടുണ്ട്. ഇത് ആർക്ക് വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ 90,000 കയ്യിലുള്ള ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. എങ്കിലും നമുക്ക് ഈ ഒരു ഫോൺ വലുപ്പം കൂടിയ ബിഗർ സൈസ് ഉള്ള ഫോൺ, പഴയ മോഡലുകളൊന്നും താല്പര്യമില്ല, പുതിയ മോഡൽ വേണം. എന്നാൽ ഈ ബിഗർ സൈസിന് വേണ്ടി 14 പ്രോ മാക്സ് 1.40 കൊടുത്ത് എടുക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും 90,000 രൂപയ്ക്ക് മേ ബി ഓഫറിൽ 85 കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷനാണ് iPhone 14 പ്ലസ്. ഈ ഒരു ഫോണിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.